തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും അല്ലെങ്കിൽ അവസാന മിനിറ്റിലും കിട്ടുന്ന രാഷ്ട്രീയ ആയുധങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണി നേതാക്കൾ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗവും അതിന്മേലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളും. CPM ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് അതൊരിക്കൽ കൂടി വിശദീകരിക്കുകയാണ്. പാലക്കാട് എനിക്ക് തോന്നുന്നത് സമീപകാലത്തൊന്നും ഇത്രത്തോളം വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നല്ലൊരു തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അവിടെ വന്ന കൂടുമാറ്റങ്ങൾ, അതിന് പിന്നീട് വന്ന കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പെട്ടി വിവാദം, അങ്ങനെ എന്ന് വേണ്ട ഏറ്റവും ഒടുവിലിതാ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗവും അതിന്മേലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും. അങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിഷയങ്ങൾ മാറി മാറി വരുന്നതാണ് നമ്മൾ പാലക്കാട്ടെ പോരാട്ട വീതിയിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രകടനമായി റോഡ് ഷോയായി ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് നഗരഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരവർക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കളും സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തകരുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിരത്തുകളൊക്കെ ജനസാഗരമാകാൻ, മനുഷ്യമഹാസാഗരമാകാൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വരൂ. ഇപ്പോൾ തന്നെ ചെറു ജാഥകളും പ്രകടനങ്ങളും അതുപോലെ ഇരുചക്ര വാഹനങ്ങളും റാലികളുമൊക്കെയായി അവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. KR ഗോപികൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോപി, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ഒരു ചൂട് കൂടുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ചർച്ചയ്ക്ക് വന്നു. അതിന്മേൽ ചർച്ച കേന്ദ്രീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പുതിയ വിഷയങ്ങളിലേക്ക് പോയി. അങ്ങനെ തികച്ചും നമ്മൾ സാധാരണ പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ പ്രവചനാതീതമായ പോരാട്ടമല്ലേ പാലക്കാട് നടക്കുന്നത്? വിജയകുമാർ, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വീറും വാശിയും നിറഞ്ഞു നിന്ന ഒരു 30 നാൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്നിപ്പോൾ തിരശ്ശീല വീഴാൻ പോകുന്നത്. അവിടെ ആവേശത്തിന്റെയും ആഘോഷങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. പല വിഷയങ്ങൾ പാലക്കാട്ട് ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2011 ശേഷം UDF-നെ സംബന്ധിച്ച് അവരുടെ ഉറച്ച കോട്ട എന്ന് അവർക്ക് നിസ്സംശയം വിളിക്കാൻ പറ്റുന്ന ഇടമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പോരാളുടെ സാന്നിധ്യം കൊണ്ട് ശക്തമായ ഒരു വെല്ലുവിളി UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തന്റെ 3ാം വട്ട തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായപ്പോൾ നേരിട്ടെങ്കിൽ അതിനെയും മറികടന്ന് ഷാഫിക്ക് ആ സന്ദർഭത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അന്ന് CPM ക്രോസ് വോട്ട് ചെയ്ത് ഷാഫിക്ക് വിജയം സമ്മാനിച്ചു എന്ന നിലയിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിവിശേഷം പാടെ മാറിയിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എല്ലാ കാലത്തും പാലക്കാട്ട് മിക്കയിടങ്ങളിൽ പാലക്കാട് ചരിത്രം പരിശോധിക്കുമ്പോൾ CPM-ന് അതൊരു പ്രശ്നമാകാറുണ്ട്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം അഡ്വക്കേറ്റ് CP പ്രമോദിന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് AK ബാലന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹം അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് NN കൃഷ്ണദാസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് CP പ്രമോദിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത്തവണയും അതുപോലെ തന്നെ പല പേരുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പേരുകളായി പുറത്തു വന്നു. അപ്പോഴാണ് നാടകീയമായി ഡോക്ടർ P സരിൻ കോൺഗ്രസ് പാളയം വിട്ട് അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതൃത്വത്തിനുമെതിരെ ശക്തമായ ഭാഷയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ P സരിൻ പുറത്തേക്ക് വന്നതും ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നതും അങ്ങനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുന്നതും. അതേപോലെ തന്നെ മറ്റൊരു ട്വിസ്റ്റായി ഈ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് പാലക്കാട്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മറ്റൊരു അംഗം എത്തുന്നു. അത് BJP പാളയത്തിൽ നിന്നാണ് വരുന്നത്. അത് സന്ദീപ് വാര്യർ ആയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഹസ്തയിലൂടെ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു. BJPയെ സംബന്ധിച്ച് കേരളത്തിൽ അവർ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന അവരുടെ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ഇടമാണ് പാലക്കാട്. അവിടെ കൃഷ്ണകുമാറിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ പ്രചാരണത്തിന്റെ തുടക്ക മണിക്കൂറുകളിൽ BJP കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് BJPക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ പുറത്തിട്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുന്നു എന്നൊരു പ്രതീതി ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ നേതൃത്വം ശ്രമിക്കുകയും അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തു. അപ്പോഴാണ് സന്ദീപ് വാര്യരുടെ നാടകീയമായ മാറ്റം ഉണ്ടാകുന്നത്. സന്ദീപ് വാര്യർ ആരോപണം ഉന്നയിച്ചതാകട്ടെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും. അങ്ങനെ അതേസമയം തന്നെ BJPയും CPM-ഉം തമ്മിലുള്ളൊരു ബാന്ധവം എന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണവും സന്ദീപ് വാര്യർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലക്കാട്ടെ വോട്ടർമാർ ഏത് അർത്ഥത്തിലാണ് അവർ പരിഗണിക്കാൻ പോകുന്നത്? അവരുടെ വോട്ടുകളെ സ്വാധീനിക്കുന്ന, അതിനെ നിർണ്ണയിക്കുന്ന, അതിനെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളായി, വിഷയങ്ങളായി പാലക്കാട്ടെ വോട്ടർമാർ ഈ സമീപകാലത്തുണ്ടായ വിവാദ വിഷയങ്ങളെ പരിഗണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. 77.39% കഴിഞ്ഞ തവണത്തെ പോളിംഗ് എങ്കിൽ ഇത്തവണ
80% ഉയരുകയാണെങ്കിൽ 42,000 മുതൽ 45,000 വോട്ട് നേടുന്ന ആളായിരിക്കും വിജയിയാവുക. അങ്ങനെ 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ പാലക്കാടൻ കോട്ടയിൽ വിജയക്കൊടി പാറിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം പാലക്കാട്ട് അക്ഷരാർത്ഥത്തിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. വിജയകുമാർ, ഇപ്പോഴവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ആരവങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്താൻ പോകുന്ന മണിക്കൂറുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് പാലക്കാട്.